ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ഷെയർ ആക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ചാനലിൽ ഞാൻ റെസിപ്പി ട്രൈ ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു റൈസാണ്. പിന്നെ വലിയ ഈസിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണികളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ഒരു വിരുന്നിനൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കാരണം അത്രക്കും ടേസ്റ്റുള്ള ഒരു റൈസാണ്. അപ്പോൾ നമുക്കതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ചെയ്യുക. അപ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ 1 കിലോ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ 1 കിലോ റൈസിലേക്ക് 1 കിലോ ചിക്കനും അതിലേക്ക് 4 മീഡിയം സൈസ് വലുപ്പമുള്ള സവാള ഇട്ട് എടുത്തിട്ടുള്ളത്. അത് നൈസായിട്ട് നമ്മൾ ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ കോരിയെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കിടന്നിട്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കോരി മാറ്റി വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കനിലാണ് കേട്ടോ എല്ലാ മസാലയും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ നോർമലി ബിരിയാണിയൊക്കെ റെഡിയാക്കുമ്പോൾ ഒരുപാട് സമയം സവാള വഴറ്റി തക്കാളി വഴറ്റി അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. ഇതിലേക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, തക്കാളി തീരെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സവാള മാത്രമാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ആക്കുന്നത്. പിന്നെ നോർമലി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമ്മുടെ ബിരിയാണിയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണി കൂടിയാണ് ഇത്. കാരണം നമ്മൾ ഇത് തന്നെയാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് മസാല മൊത്തത്തിൽ. പിന്നെ റൈസ് ആയാലും ഒരുമിച്ചാണ്. ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതാണ് ഇതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി സെപ്പറേറ്റ് പേസ്റ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും 2 ടീസ്പൂൺ എടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി അങ്ങനെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമാണ് കേട്ടോ ബാക്കി വെച്ചിട്ടുള്ളത്. അത് ഗാർണിഷ് ടൈമിൽ ചേർത്ത് കൊടുക്കാനും പിന്നെ ദം ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനും വേണ്ടിയിട്ട് 1/4 പോർഷൻ മാത്രം മാറ്റി വെക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ 1 കപ്പ് മല്ലിയില പുതിനയിലയും കൂടി മിക്സാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. കാരണം നമ്മൾ ഇതിലേക്ക് ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഒരുപാട് പുളിയായി പോവും. അതുകൊണ്ടാണ് കേട്ടോ അധികം പുളിയില്ലാത്ത തൈര് യൂസ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചതച്ചതാണ്. അപ്പോൾ ഈ പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ പച്ചമുളക് സെപ്പറേറ്റ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കൊരു 7 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഈ ഒരു പച്ചമുളക് തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മിൽമ നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഡാൽഡയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം വെക്കുക. ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഉപ്പിടാൻ മറക്കും. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. നമ്മൾ എത്രത്തോളം നേരത്തെ മസാല കൂട്ടി വെക്കുന്നോ അത്രത്തോളം നമ്മൾ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. കാരണം നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുമ്പോഴാണ് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേതായാലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു റൈസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ബസുമതി റൈസ് നമ്മൾ മന്തിയൊക്കെ റെഡിയാക്കൂല ആ ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റൈസ് റെഡിയാക്കുന്നത്. പിന്നെ ഈ റൈസ് ഫുള്ളായിട്ട് വേവിക്കില്ല, ഏകദേശം ഒരു 50% മാത്രമാണ് കേട്ടോ വേവിക്കുക. ഹാഫ് വേവാണ്. പിന്നെ ബാക്കിയുള്ള വേവൊക്കെ ദമ്മിൽ കിടന്നിട്ടാണ് കേട്ടോ.
അപ്പോൾ അതിനായിട്ട് വെള്ളം ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ബേ ലീഫും പിന്നെ സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സോക്ക് ചെയ്തിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സോക്ക് ചെയ്ത വെള്ളം മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അരി മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ തിളക്കുക. ഒരു ഹാഫ് വേവാകുമ്പോൾ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള അരിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഹാഫ് വേവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒരുപാട് സമയം വെച്ചാൽ നല്ലോണം വേവും. വെന്താൽ ആ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ അരികളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അത് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണി ദം ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള പൊരിച്ച ഓയിലുണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ, ലോ ഫ്ലെയിമിലല്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ ചിക്കനും റൈസും ഒക്കെ ഹാഫ് വേവ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ദമ്മിടാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കന് 5 മിനിറ്റ് കുക്കാക്കിയപ്പോൾ തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്ട്രെയിനറിൽ മാറ്റി വെച്ചിട്ടുള്ള റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത്, ലെയറായിട്ടൊന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോൾ രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടും ഹാഫ് വേവാണ് കേട്ടോ. അപ്പോൾ പകുതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാള ഉണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ ലെയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്, അത് ലെയറിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അണ്ടി മുന്തിരി ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുങ്കുമം ഉണ്ടെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് കലക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കി റൈസും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റിപ്പീറ്റ് തന്നെ ചെയ്യുക കേട്ടോ, എല്ലാതും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ സെക്കൻഡ് ലെയറും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കരുത്. നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് ചെയ്യൂല, അതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പഴയൊരു പാത്രം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ കേട്ടോ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ 30 മിനിറ്റാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്ലെയിം കൂട്ടാനോ കുറക്കാനോ ഒന്നും നിൽക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒരു അലാറം വെച്ചിട്ട് അരമണിക്കൂർ കറക്റ്റായിട്ട് വെക്കണേ. എന്നിട്ട് അത് ഓഫാക്കിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ദമ്മ് പൊട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി കിട്ടും. പിന്നെ നമ്മൾ ഇത് ഹാഫ് വേവാക്കി എടുത്തുകൊണ്ട് തന്നെ കുക്കായിട്ടില്ല എന്നൊന്ന് വിചാരിക്കണം. നന്നായിട്ട് തന്നെ ചിക്കനും റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കുക്കിംഗ് ടൈമാണ്. രണ്ടും ഹാഫ് വേവാക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മളിത് മിക്സ് ആക്കരുത്. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മിക്സ് ആക്കി കൊടുക്കേണ്ടത്.
അപ്പോൾ ദാ നമ്മുടെ ചിക്കനും റൈസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. തീർച്ചയായിട്ടും വീട്ടിൽ വിരുന്നോ സൽക്കാരമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പ്രത്യേകിച്ച് മസാലയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് കുറച്ച് ഗാർണിഷും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ദം ചെയ്യാൻ റെഡിയാക്കിയതുപോലെ തന്നെ ഓണിയനും പിന്നെ മല്ലിയിലയും അതുപോലെ തന്നെ അണ്ടിയും മുന്തിരിയും ഒക്കെ വറുത്ത് കോരിയതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൊഞ്ചാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബായ്.